ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നൈറ്റ് ഫിഷിംഗ് ആണ്, മെലിഞ്ഞിൽ പിടുത്തമാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മളിന്ന് എടുത്തിരിക്കുന്ന ബൈറ്റ് എന്ന് പറയുന്നത് പരൽ മീനാണ്. ഇതാണ് നമ്മൾ പകൽ പിടിച്ചതാണ് അരിച്ച്. അപ്പോൾ പരൽ മീൻ പുറത്താണ് ഇടുന്നത്. മെലിഞ്ഞിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്, കുരുടെന്ന് പറയും. അപ്പോൾ ഇതുപോലെ സിംഗിൾ ചൂണ്ടയിലാണ് സെറ്റ് ചെയ്തിടുന്നത്. നമ്മൾ 3 പേരുണ്ട്. അപ്പോൾ നല്ല ഇരുട്ടുണ്ട്, വെട്ടം കുറവാണ്. നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും അടിക്കുമെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു മീൻ കിട്ടിയിട്ടുണ്ട്. ചെറിയ സൈസ് മീനാണത്. ഇത് തന്നെയാണ് ആ മീൻ. അത് കുരുടനാണ്, മെലിഞ്ഞിലെന്ന് പറയുന്ന മീൻ. ചെറിയ സൈസ് മീൻ തന്നെ. നല്ല ഇരുട്ടായതുകൊണ്ട് വെള്ളത്തിൽ നിന്ന് വലിക്കുന്ന വീഡിയോ ഒന്നും കിട്ടുന്നില്ല ക്ലിയറായിട്ട്. അപ്പോൾ വേറെ മീൻ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും അവിടെ ചൂണ്ടയിട്ടിട്ടുണ്ട്. എന്തായാലും നല്ലൊരു കാലാവസ്ഥയുള്ള ദിവസമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് മീൻ ശരിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ വീണ്ടും ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. അത് നമ്മളെ കൂടെ വന്ന പയ്യനാണ് കിട്ടിയിരിക്കുന്നത്. അത് കുറച്ചുകൂടെ വലിയ സൈസാണ്. അതും അതടുത്ത് വേറെ ഒരു പയ്യനെ ഒരു ഞണ്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ല, ഇത്രയും സൈസ് മീൻ തന്നെയാണ്. അടുത്ത് വീണ്ടും എനിക്കൊരെണ്ണം കിട്ടിയിട്ടുണ്ട് എൻ്റെ ചൂണ്ടയിൽ. അത് ചെറിയ സൈസ് മീനാണ്. അത് ആദ്യം കിട്ടിയ സൈസ് തന്നെ. അപ്പോൾ ഇന്ന് കുരുടൻ ചറപറ അടിക്കുന്നുണ്ട്. നല്ല ഒരു കാലാവസ്ഥയും കലങ്ങ വെള്ളവും ആയതുകൊണ്ടാണ് കുരുടൻ മീൻ ചറപറ അടിക്കുന്നത്. നല്ല മീൻ ശരിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് 3 കുരുടൻ കിട്ടിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് മീനാണ്. ഇത്തിരി വലിയ സൈസ് മീൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. അതും കുരുടനാണ്. കുരുടൻ്റെ ചാകരയാണെന്ന്. എല്ലാം കുരുട മീനാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതുവരെ കിട്ടിയ മീനാണ്. 4 മീൻ കിട്ടിയിട്ടുണ്ട്. അതിൽ ആ പുള്ളിയും പോരും ഉള്ളത് നെടിമീനാണ്. മറ്റേത് രണ്ടും കുരുടനാണ്. അപ്പോൾ എല്ലാം ഈ മെലിഞ്ഞിൽ വംശത്തിൽപ്പെട്ടത് തന്നെയാണ്. ആ നെടിമീൻ എന്ന് പറയുന്ന മീൻ നല്ല രീതിക്ക് വലുതാവും, നല്ല സൈസാവും. 10-15 കിലോ വരെ വളരുന്ന മീനാണ്. മറ്റേ കുരുടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതാ ഇവിടെ വീണ്ടും ഒരു മീൻ അടിച്ചിട്ടുണ്ട്. അതും കുരുടനാണ്. അത് ചെറിയ സൈസാണ്, ചെറിയ മീൻ തന്നെ. നല്ല രീതിക്ക് അത് ചുറ്റിപ്പണഞ്ഞ് കങ്കൂസെല്ലാം കുരുക്കാക്കി ഇട്ടിട്ടുണ്ടത്. അപ്പോൾ ഇപ്പോൾ 5 മീനായിട്ടുണ്ട്. ഇതിൽ 2 കുരുടനും ആ പുള്ളിയും പോലുള്ള 3 എണ്ണം നെടിമീനുമാണ്. കുരുടൻ എന്ന് പറഞ്ഞാൽ അധികം വളരില്ല. ഒരു 1 കിലോ 2 കിലോ തന്നെ വളരുള്ളൂ. പക്ഷേ നെടിമീൻ എന്ന് പറയുന്നത് നല്ല വലുതാവുന്ന മീനാണ്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു മീൻ അടിച്ചിട്ടുണ്ട്. അവന് വേറൊരു പയ്യന്. അത് കുരുങ്ങി കിടക്കുകയാണ് അടിയിൽ. വെള്ളത്തിൽ തന്നെ വാഴിയുടെ അടുത്ത് കയറി കുരുങ്ങി കിടക്കുകയാണ്. വലിച്ചെടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങേണ്ടി വന്നു. ആഴം കുറവായതുകൊണ്ട്
കുഴപ്പമില്ല, ഇറങ്ങിയെടുക്കാം. അപ്പോൾ അതാ ഇറങ്ങിയെടുക്കുകയാണ്. അത് അടിയിൽ ചുറ്റി കിടക്കുകയാണ്. കങ്കൂസ് ഉടക്കിയതാണ്. അതാ അതും കുരുടനാണ്. അപ്പോൾ ഇന്ന് കുരുടൻ്റെ ചാകരയായിരുന്നു. വെള്ളത്തിൻ്റെ കലക്കയും നല്ല കാലാവസ്ഥയായതുകൊണ്ടായിരിക്കും. മീനിന്ന് ശരിക്കടിച്ചിട്ടുണ്ട്. 6 മീനടിച്ചു. ചറപറ അടിക്കുകയായിരുന്നു മീനെല്ലാം. ഇത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു തോടാണ്, ആറൊന്നുമല്ല. ഇത് ചെറിയൊരു തോട്ടിൽ നിന്നാണ് ഈ മീനെല്ലാം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മൊത്തം 6 മീൻ. അപ്പോൾ ആദ്യം പിടിച്ച മീനെല്ലാം ചത്തുപോയി. അപ്പോൾ നമ്മൾ വീഡിയോ ഇന്നവിടെ അവസാനിക്കുകയാണ്. നമ്മൾ നിർത്തുകയാണ്. കാരണം 12 മണി ആയിട്ടുണ്ട് രാത്രി. അപ്പോൾ നമുക്ക് മൊത്തം കിട്ടിയ മീൻ ഇത്രയുമാണ്. 4 നെടുമീനും 2 കുരുടനുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ചാകര തന്നെ നമുക്കൊന്ന് നടന്നിട്ടുണ്ട്. നിറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. വൻപിച്ച ചാകരയായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്.